കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂടുതലായിട്ട് ഈ ആത്മാക്കളെ പറ്റി അല്ലെങ്കിൽ ഈ മോക്ഷപ്രാപ്തി കിട്ടാത്ത അവസ്ഥയെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പലർക്കും സംശയങ്ങൾ വിട്ടുമാറുന്നില്ല. അതുകൊണ്ടാണ് പിന്നെയും നമുക്ക് ഇതിനെപ്പറ്റിയുള്ള വീഡിയോകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോക്ഷപ്രാപ്തി കിട്ടാത്ത ആത്മാക്കൾ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ബാധിക്കും. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി മരിച്ചു, അവരുടെ അഡ്രസ്സ് നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെ അവരുണ്ടാക്കിയ സ്വത്തുക്കൾ നമ്മൾ അനുഭവിക്കുമ്പോൾ, അത് മക്കളായിക്കോട്ടെ, കൊച്ചുമക്കളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അപ്പം ആ ആളുമായിട്ട് ബന്ധപ്പെട്ട് പുലബന്ധമുള്ള എല്ലാവർക്കും ഈ ആത്മാവ് സാരമായിട്ട് ബാധിക്കും. പുലബന്ധമുള്ളവർക്കും മാത്രമല്ല, ആത്മബന്ധമുള്ളവർക്കും ബാധിക്കും. അതിന് പൈസ, സാമ്പത്തിക സഹായം കൈപ്പറ്റിയിട്ടുണ്ട്, നമുക്ക് പല ആവശ്യഘട്ടങ്ങളിലും ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ മോക്ഷപ്രാപ്തി കിട്ടാത്ത ആത്മാവ് ദോഷകരമായിട്ട് ബാധിക്കും. ഈ ആത്മാവ് മോക്ഷപ്രാപ്തി കിട്ടാത്ത അവസ്ഥ, നമുക്ക് ആദ്യം അതിലേക്കൊന്നും കടക്കാം. പഴയ കാലത്തൊന്നും ഈ പറഞ്ഞ പോലെ പിതൃക്കളെ ഇരുത്തുന്ന ചടങ്ങും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ അപേക്ഷിച്ച് വൃത്തിയായിട്ട് കർമ്മങ്ങൾ അറിയാവുന്ന കർമ്മികൾ നന്നേ കുറവാണ്. കർമ്മങ്ങൾ നല്ല രീതിയിലാവണം. ഇപ്പൊ പ്രശ്നമാർഗത്തിൽ പറയുമ്പോൾ അബ്ദുഷാദിലോപേഴ പ്രദായാതം ശായുധം സ്വരംബാദമാനസ്തം സ്മൃതി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ദീക്ഷകൾ പൂർത്തിയാക്കാതെ കർമ്മങ്ങൾ വേണ്ട പോലെ ചെയ്യാതെ കണ്ട് അടക്കം ചെയ്ത ശേഷം സമയബന്ധിതമായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ സഞ്ചയനാദി കാര്യങ്ങൾ, കൈബലി, മുട്ടുബലി മുതലായ കാര്യങ്ങൾ, അസ്ഥി സഞ്ചയനം, വീട്ടിൽ ഒരു വർഷം ആചരിക്കേണ്ട ആചരണ രീതികൾ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോരായ്മ വരുമ്പോൾ, അതായത് ഒരു ജീവൻ ദേഹിയെ വേർപെട്ടു, ആ ജീവാംശം അല്ലെ ആത്മാവെന്ന് പറയുന്ന അംശം മാത്രമായിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട്. മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. അങ്ങനെ ചിലർ ചോദിക്കും, ജീവികളൊക്കെ ചാവുന്നില്ല, അവരുടെ ഒന്നും നമുക്ക് ബാധിക്കുന്നില്ലോ എന്ന്. ജീവികളുടെ വിഷയമുണ്ട്, അതൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞൊരു വിഷയം തന്നെയാണ്. മറ്റൊരു എപ്പിസോഡിൽ അത് ചെയ്യുന്നതായിരിക്കും. അപ്പം മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അല്ലേ? അപ്പം നമ്മൾ ഏതാണെന്ന് നമുക്കറിയാം, ആത്മാക്കൾക്കും അറിയാം. ഈ കർമ്മങ്ങൾ വേണ്ട വിധം ചെയ്യാതെ വരുന്ന ആത്മാവ് ഒരു വർഷമാകുമ്പോൾ നമുക്ക് ഇതിനെ ആവാഹിച്ചിരുത്തേണ്ടതായിട്ട് വരും. ഇന്ന് 16 പോലും കഴിയാൻ അസ്ഥി കൊണ്ട് നിബഞ്ജനം ചെയ്യുക എന്നാ പറയുക. ആ പദം അറിയാതെ കൊണ്ട് കളഞ്ഞു, അസ്ഥി കൊണ്ട് ഒഴുക്കി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്? നമ്മൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട്, അല്ലേ? അപ്പം നമ്മൾ ഒരാളിനെ ബഹുമാനം കൊടുക്കുക. ആ മരിച്ച വ്യക്തിയുടെ ആ മൃതശരീരം ദഹിപ്പിച്ച ആ ഒരു ചാരത്തിന് അല്ലെ ദഹനഭസ്മത്തിനെ നമ്മൾ ബഹുമാനം കൊടുക്കുകയാണ്. കുടത്തിലെടുത്ത് വെക്കുക. ശിരോഭാഗം, ഉദരഭാഗം, കാൽഭാഗത്തുള്ള അസ്ഥിയൊക്കെയാണ് പ്രധാനമായിട്ട് എടുത്തു വെക്കുന്നത്. അതെടുത്ത് വെച്ച് കൃത്യം ഒരു വർഷം തന്നെ നമുക്കത് ഇരിക്കണം. ഒരു വർഷം നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഇരുന്നോട്ടെ. ഒരു വർഷത്തേക്ക് മംഗളകർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. വീട്ടിൽ ശുദ്ധമായിട്ടുള്ള അവസ്ഥ പറ്റുമ്പോൾ പോയി വിളക്ക് കത്തിച്ചാൽ മതി. ഇന്നപ്പോൾ വേണം നിർബന്ധമില്ല. ഒരു വർഷം നമ്മുടെ ചുറ്റുപാടൊക്കെ ആത്മാവ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ മംഗളകർമ്മങ്ങൾ നടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. 16 അന്ന് 16 കൂട്ടം സദ്യ ഉൾപ്പെടെ ആണ് ചെയ്യുന്നത്. അത് കുറേ കാര്യങ്ങൾ. സദ്യ കൊടുക്കുമ്പോഴായാലും അതിനകത്ത് മധുരമുള്ള കൊടുക്കാൻ പാടില്ല, പപ്പടം കൂട്ടി കഴിക്കാൻ പാടില്ല, പായസം, അതുപോലെ ഈ പറഞ്ഞതുപോലെ അടപ്പായസം വേണമെങ്കിൽ ആവാന്ന് പറയുന്നുണ്ട്, പഴം കൊടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെന്തുവാ, ഭയങ്കര ഈ വിവാഹത്തിന് കൊടുക്കുന്ന സദ്യയാണ് 16 17 ഓരോ വീടുകളിൽ കൊടുക്കുന്നത്. അല്ല, അകാല മരണം സംഭവിച്ച ആൾക്കാരുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ആത്മാവിന് മോക്ഷം കിട്ടിയോ എന്ന് നോക്കണം. നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മകൾ, ദീക്ഷകൾ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ 10 പ്രാണനുകൾ ആത്മാവിനുണ്ടെന്നാണ് പറയുന്നത്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, നാഥൻ, കൂർമ്മൻ, കിഴൻ, ദേവതൻ, ധനഞ്ജയൻ. അപ്പം ആ 10 പ്രാണനിൽ ഒന്നിക്കാത്ത അവസ്ഥയാണ് എങ്കിൽ നമുക്കതിനെ ഒന്നിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ആത്മാവിനെ നമ്മൾ സംയോജിപ്പിച്ച്
സ്വർഗത്തിന്റെ അവരോട് ചെയ്ത കർമ്മപദത്തിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ അവർക്ക് സ്വർഗനരകങ്ങളുടെ ആ ഒരു കവാടത്തിന് മുന്നിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ സുദർശന ഹോമം എന്ന് പറയുന്ന കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ഈ 1 വർഷം കഴിഞ്ഞ് അസ്ഥി ഒഴുക്കണം. അസ്ഥി ഒഴുക്കിയിട്ട് നിങ്ങൾ പതിനാറ് അസ്ഥി ഒഴുക്കിയെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് എന്തായാലും പറ്റുള്ളൂ. വ്യക്തി മരിച്ച് 365 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ജ്യോത്സ്യനെ പോയി കണ്ട് അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയോ, അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അദ്ദേഹത്തിനെ കൂടാതെ വേറെ ആരെങ്കിലും ഗതിയില്ലാതെ നിൽപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവരെ അതാത് രൂപങ്ങളിൽ ആവാഹിച്ച് രൂപമില്ലാതെ നിൽക്കുന്നവർക്ക് രൂപം ഉണ്ടാവുന്നതിനാണ്. അതായത് രൂപമില്ലാത്ത അവസ്ഥ അലഞ്ഞു നടക്കുമ്പോൾ സാലോക്യം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നമ്മൾ രൂപത്തിലേക്ക് ആകർഷിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സായുജ്യം. ഈ ജന്മത്തിലെ കർമ്മബന്ധങ്ങൾ നീക്കി അടുത്ത ജന്മത്തിലേക്ക് ആത്മാവിന് പോകാൻ കഴിയണം, പരിസ്ഥിതിന് കിടക്കണം. അതിന് വേണ്ടുന്ന കർമ്മങ്ങളാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ടത്. പിന്നെ അതിനകത്ത് പിന്നെ ചെയ്യുന്ന ശുദ്ധിക്രിയകൾ, പഞ്ചവിശുദ്ധി, പുണ്യാശുദ്ധി ഒക്കെ നമ്മൾ ചെയ്ത് ആത്മാവിനെ നമ്മൾ സംഭാസ്പർശമൊക്കെ നടത്തി തിലഹോമം, സായുജ്യപൂജ, കലി കഴിച്ചുവിട്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ആത്മാവിനെ പുണ്യാത്മാവാക്കി നമ്മൾ മാറ്റുക, വൈഷ്ണവരാക്കുക. അതായത് അവരുടെ ആ ഒരു ഗ്രേഡ് ഉയർത്തുക, അപ്ഗ്രേഡ് ചെയ്യുക. അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഇവരെ നമുക്ക് ഈ സായുജ്യപൂജയിലൊക്കെയാണ് സ്വർണ്ണ ചതുർബാഹുവിലേക്ക് ഇവരുടെ മറ്റു ഗതിയില്ലാതെ ആത്മാക്കളെ എല്ലാം ആക്കി വിഷ്ണുപാദത്തിൽ ലയിപ്പിക്കണം. അതിൽ ഇല്ലം വല്ലം നെല്ലി എന്നൊരു ചിട്ട പഴയ കാലത്ത് പറയാറുണ്ട്. ഇല്ലം മീൻസ് വീട്, തിരുവല്ലം എന്നും പറയാറുണ്ട്. ഇല്ലം വല്ലം നെല്ലി, തിരുനെല്ലി പറയുന്നുണ്ട്, തിരുവല്ലം പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സങ്കേതങ്ങളിൽ എത്തിക്കുക. അല്ലെങ്കിൽ ഇവരെ നേരിട്ട് ആകർഷിച്ച് ദേവഭാഗത്തിലാക്കി നമ്മൾ സായുജ്യപൂജ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രതിമ കൊണ്ടുപോയി കടലിലൊഴുക്കുന്ന സമ്പ്രദായമുണ്ട്. പിന്നെ 3 വർഷം അടുപ്പിച്ച് ആ 20 നക്ഷത്രത്തിൽ പോയി അല്ലെങ്കിൽ 20 തിഥിയിൽ പോയി ബലികർമ്മങ്ങൾ ചെയ്യുക. 12 വർഷം കർക്കിടകവാരം മുടങ്ങാതെ ബലികർമ്മങ്ങൾ ചെയ്യുക. പിന്നീട് ഇവരെ ഓർത്ത് വിലപിക്കുക, ഇവർക്ക് വേണ്ടി ആഹാരം വെക്കുക, കരിക്കും ധർമ്മതിരൊക്കെ ഉത്രാടത്തിന് വെക്കുക, ഓണത്തിന് സദ്യ വെക്കുക, പിതൃക്കൾക്ക് വേണ്ടി വായന നടത്തുക. ഇതൊന്നും ചെയ്യാൻ പിന്നീട് പാടില്ല. അതായത് ഇവർ മോക്ഷം കിട്ടാതെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ള അവസ്ഥയെ അടുത്ത കിടക്കാം. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ നിൽക്കാം. അപ്പം നമുക്ക് മനസ്സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് പറ്റും. അപ്പം മനസ്സമാധാനം ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളെ പിന്നീട് നമുക്ക് വരുന്നത്. അനുഭവ യോഗം കുറഞ്ഞു വരിക. ഒരാൾക്ക് ജോലി, അവർക്ക് ആ ഒരു യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കിട്ടാതിരിക്കുക, ജോലി ശത്രുക്കൾ ഉണ്ടാവുക, കഴിവിനൊത്ത ജോലിക്കൊത്ത ശമ്പളം കിട്ടാതിരിക്കുക, അലച്ചിലുകൾ ഉണ്ടാവുക, ജോലി കിട്ടാതിരിക്കുക, ജോലി ഉറയ്ക്കാതിരിക്കുക. അത് അനുഭവയോഗത്തിൻ്റെ ഭാഗം. വിവാഹപ്രായം എത്തിയിട്ട് നല്ല സമയമായിട്ട് വിവാഹം നടക്കാതിരിക്കുക. അതുപോലെ തന്നെ അടിക്കടി വീട്ടിൽ ആപത്തുകൾ, ദുർമരണങ്ങൾ ഒക്കെ ഉണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അലച്ചണ്ടയും ഒഴിയാതെ നിൽക്കുന്ന അവസ്ഥകൾ വരിക. ദുസ്വപ്നങ്ങൾ കാണുക, മരിച്ച വ്യക്തികളെ കാണുക, വാഹനങ്ങൾ മുട്ടാൻ പോകുന്ന പോലെ തോന്നുക, വാഹന അപകടം ഉണ്ടാവുക, തീപിടുത്തം ഉണ്ടാവുക, ഷോക്ക് ഉണ്ടാവുക, ഒരാൾക്ക് രോഗങ്ങൾ മാറി വരുന്ന അവസ്ഥകൾ വരിക, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥയിൽ നമുക്കിത് ബാധിക്കാം. അവരവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളെയാണിത് ബാധിക്കുന്നത്. ഈ മോക്ഷപ്രാപ്തി കിട്ടാതെ നിൽക്കുന്ന ആത്മാക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പ്രേതാവസ്ഥയായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. പ്രേതാവസ്ഥ നിൽക്കുമ്പോഴത്തേക്കും പിന്നെ ആത്മാവല്ല, ആത്മാവിൻ്റെ ഒരു മനസ്സലിവ് കാണും, പ്രേതത്തിന് അത് കാണത്തില്ല, ഉപദ്രവിക്കാനുള്ള ചിന്താഗതിയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉപദ്രവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ജ്യോതിഷനെ പോയി കാണുന്നത്. ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്, പരിഹരിക്കണം എന്ന് പറയുന്നത്. അവിടെ കാശ് നോക്കിയാൽ പറ്റത്തില്ല, കാശ് നോക്കിയാൽ കാര്യം നടക്കത്തില്ലെന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജ്യോതിഷനെ ഫോണിൽ കൂടെ ചോദിക്കാതെ കണ്ട് നേരിട്ട് പോയി അവൻ്റെ കാര്യമാണെന്ന് മനസ്സിലാക്കി നേരിട്ട് പോയി കണ്ട് പ്രശ്നമായിട്ട് ചിന്തിച്ച് അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും രക്ഷ നേടുക. ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഇപ്പം ഇന്ന് ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം. 10 വർഷം കഴിഞ്ഞ് ചെയ്ത് പോരാ. ഇത്രയും നാളുകൾ നമ്മൾ ദുരിതം അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഭഗവാനെ എന്ന് വിളിക്കണം. ചിലർ പറയും ഭഗവാനെ എന്ന് ഞാൻ വിളിക്കുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല, ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല. എന്നാൽ അവനവൻ്റെ ധർമ്മം ചെയ്യണം. പുത്രന് ധർമ്മമുണ്ട്, പുത്രിക്ക് ധർമ്മമുണ്ട്. ആ ധർമ്മം ചെയ്തിട്ട് പ്രാർത്ഥിക്ക്, എന്നിട്ട് ഫലമില്ലെങ്കിൽ നോക്ക്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.